എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്ത് കാണിക്കുന്നത് പച്ചമുളക് മാത്രം വെച്ച് എരിവും പുളിയും ഒക്കെ ബാലൻസ്ഡ് ആയിട്ടുള്ള നല്ലൊരു ഗ്രേവിയുടെ റെസിപ്പിയാണ്. കഞ്ഞിക്കും ചോറിനോടൊക്കെ പുരട്ടി കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഐറ്റം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. കുറച്ച് വണ്ണമുള്ള പച്ചമുളക് എടുക്കാനായിട്ട് നോക്കണം. 20 or 25 എണ്ണോളം എടുക്കുക. കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കണം. ഇത് സാധാ പച്ചമുളകിൻ്റെ ഡബിൾ നീളമുണ്ട്. അത് കാരണം ഒരു 12-13 എണ്ണമേ എടുത്തിട്ടുള്ളൂ. ഇനി എല്ലാ പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറിയിട്ട് ആ കുരു എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറ്റുന്നുണ്ട്. ഇല്ലെങ്കിൽ അങ്ങ് ഒരുപാട് എരിവായി പോവും. എല്ലാം തന്നെ മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ പച്ചമുളകൊക്കെ കീറിയതിന് ശേഷം കഴുകി വെക്കരുത്. മുന്നേ കഴുകി തുടച്ച് വെച്ചിട്ട് വേണം കുരു മാറ്റാനായിട്ട്. കടായിൽ പറ്റുമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ഒഴിക്കാനായിട്ട് നോക്കണം. ഇതിന് നല്ലെണ്ണയാണ് ടേസ്റ്റ് കൂടുതൽ. എണ്ണ ചൂടായിട്ടുണ്ട്. കടുകിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് ഉലുവയാണ് ചേർക്കേണ്ടത്. ഉലുവ കറുത്ത് പോകരുത്. കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാകും. ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയിട്ട് പൊട്ടാനായിട്ട് തുടങ്ങും. ഇത് ഉലുവ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി 1/2 കപ്പോളം ചെറുള്ളി ചേർക്കുക. ഇതിന് സവാള ചേർക്കല്ലേ, ചെറുള്ളിയാണ് ചേർക്കേണ്ടത്. പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഇഷ്ടത്തിന് ചേർക്കാം. ഇനി ഉള്ളി ഒന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. പകുതി വഴന്നതിന് ശേഷം കുറച്ച് ഐറ്റം കൂടെ ചേർക്കാനുണ്ട്. ഈ ചെറുള്ളി കീറിയോ അരിഞ്ഞോ ഒന്നും ചേർക്കരുത്. ഇങ്ങനെ മുഴുവനായിട്ട് വേണം ചേർക്കാനായിട്ട്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൽ 3-4 സ്പൂണ് വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. പ്രത്യേകിച്ച് അളവൊന്നുമില്ല, കുറച്ച് കൂടുതലായിട്ട് ചേർക്കുക. അതും കീറിയിട്ടൊന്നുമില്ല, അങ്ങനെ മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട്. കൂടെ തന്നെ പച്ചമുളക് കൂടെ ചേർക്കുക. പച്ചമുളകിലോ ആ പാത്രത്തിലോ ഒന്നും വെള്ളമയം കാണരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ പടപടാന്ന് പൊട്ടും. ഇനി നല്ലവണ്ണം ഇത് വഴറ്റിയെടുക്കണം. ഇളക്കിക്കൊണ്ട് തന്നെ വഴറ്റിയെടുക്കണം. ആ പച്ചമുളകിൻ്റെ എല്ലാ ഭാഗവും നല്ലവണ്ണം ഒന്ന് മുരിഞ്ഞ് കിട്ടണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ 1-2 പച്ചമുളകൊക്കെ കീറാതെ ഇടുവാണെങ്കിൽ, കുരു കളയാതെ ഇടുവാണെങ്കിൽ പോലും അത് ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ട് വേണം ഇടാനായിട്ട്. ഇല്ലെങ്കിൽ പച്ചമുളക് ഇങ്ങനെ പൊട്ടിത്തെറിക്കും. കുറച്ച് കറിവേപ്പിലയൂടെ ചേർക്കുകയാണ്. ഓരോ പച്ചമുളകിൻ്റെ എല്ലാ ഭാഗവും നല്ലവണ്ണം മുരിഞ്ഞ് കിട്ടണേ. അതുകൊണ്ടാണ് ഇളക്കി തന്നെ മുരിച്ചെടുക്കണം. കൂടെ തന്നെ ആ ചെറുള്ളിയും ബാക്കിയൊന്ന് നല്ലവണ്ണം വഴന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും വഴന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല മുരിഞ്ഞിരിക്കണം. ഇത് മുരിയുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഈ ചൂടെണ്ണയിലൊന്ന് നല്ലവണ്ണം ഒന്ന് ചേർത്ത് ഇളക്കിയാൽ മാത്രം മതി. ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പമുള്ള പുളി എടുത്തിട്ടുണ്ട്. ഞാനൊരല്പം ചൂടുവെള്ളത്തിലാണ്, നല്ലവണ്ണം പൾപ്പ് കിട്ടും. ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്ത് വെച്ചിട്ട് പിഴിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. നിർബന്ധമില്ല, ചൂടുവെള്ളത്തിൽ തന്നെ പിഴിഞ്ഞെടുക്കണമെന്നുള്ളത്. ഒരു 3/4 കപ്പോളം പുളി പിഴിഞ്ഞത് അതുകൂടെ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പൂടെ ചേർക്കുക. ഇനി കഞ്ഞിവെള്ളമാണ് ഒഴിക്കുന്നത്. ചോറ് വാർത്ത വെള്ളം 1.5 - 2 കപ്പോളം ഒഴിക്കുക. കുറച്ച് കട്ടിയായിട്ടുള്ള കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർക്കുക. ഇനി ഒരല്പം കായപ്പൊടിയോടെ ചേർക്കുക. അതേപോലെ ഒരു 2 നുള്ള് വറുത്ത് പൊടിച്ച ഉലുവയാണ് ചേർക്കുന്നത്. കടുക് പൊട്ടിക്കുന്ന സമയത്ത് കുറച്ച് ഉലുവയുടെ ചേർത്തിട്ടുണ്ട്. ഒരുപാട് ഉലുവപ്പൊടി ആകരുത്, കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാകും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഒന്ന് പാകത്തിനാക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. തീയൊന്ന് ഒരല്പം കൂട്ടി ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചതിന് ശേഷം നല്ലവണ്ണം ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മൂടി വെച്ച് വേവിക്കുക. തിളച്ചതിന് ശേഷം ഒരു 8-10 മിനിറ്റിനുള്ളിൽ കറി റെഡിയാകും. ഒരല്പം ഒന്ന് വറ്റിയതിന് ശേഷം അടുത്തത് ചേർക്കുക. ഇതൊരല്പം വറ്റിയിട്ടുണ്ട്. ഇനി ഒരു 1.5 സ്പൂണോളം ശർക്കരപ്പൊടിയാണ് ചേർക്കുന്നത്. ശർക്കര ഉണ്ടയാണ് കയ്യിലുള്ളതെങ്കിൽ ഒരു 1.5 സ്പൂണോളം ചീകി എടുത്തതിന് ശേഷം ഒരു അരത്തവി വെള്ളത്തിനകത്ത് കലക്കി വെച്ചതിന് ശേഷം കല്ലുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഒഴിക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി മൂടി വെച്ചോ മൂടി വയ്ക്കാതെ ഇനി കുറച്ചുകൂടെ ഒന്ന് വറ്റിയെടുക്കണം. ഗ്രേവിയൊക്കെ ഒന്ന് തിക്കാകണം. ഇപ്പോൾ തന്നെ ആ പച്ചമുളകൊക്കെ നല്ലോണം വെന്ത് പുളിയൊക്കെ പിടിച്ച് വെന്തിരിക്കുകയാണ്. സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഇനി ആ ശർക്കരയോടെ വരുമ്പോൾ തന്നെ ആ എരിയൊക്കെ നല്ല ബാലൻസ്ഡ് ആകും. ഈ കറിയിൽ ഒട്ടും എരിയും കൂടുതലല്ല, പുളിയും കൂടുതലല്ല, എല്ലാം നല്ല ലെവലിലുള്ള ഒരു കറിയാണ്. കുറച്ച് വണ്ണമുള്ള പച്ചമുളക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പച്ചമുളകിൻ്റെ തൊലിക്കടിക്ക് നല്ലൊരു ദശക്കനം ഉണ്ടാവുമേ. അപ്പോൾ അതിങ്ങനെ വിരൽ വെച്ച് തള്ളി ചോറിൻ്റെ കൂടെ പുരട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് കറി തിക്കായിട്ടുണ്ട്, കുറച്ചുകൂടെ ഡാർക്ക് കളറായിട്ടുണ്ട്. ഈ ഒരു അളവിൽ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനിയും വേണമെന്നുണ്ടെങ്കിൽ വറ്റിച്ചും എടുക്കാം. ചോറിൻ്റെ കൂടെയൊക്കെ പുരട്ടി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അളവാണ് നല്ലത്.
കറി ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് കുറേ നേരം കഴിയുമ്പോഴത്തേന് അതിൻ്റെ ടേസ്റ്റ് കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും. അതുപോലെ പെട്ടെന്നൊന്നും അഴുക്കായി പോകത്തില്ല. നല്ലവണ്ണം പുളിവെള്ളമൊക്കെ ഒഴിച്ചത് കാരണം പെട്ടെന്നൊന്നും ചീത്തയാവത്തുമില്ല. ആ ഉള്ളിയൊക്കെ നല്ല വെന്ത് ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പച്ചക്കറികളൊന്നും ഇല്ലാത്ത സമയത്ത് പച്ചമുളക് മാത്രം വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഉപ്പും പുളിയും ചേർന്ന ഒരു ഗ്രേവി റെസിപ്പിയാണ്. ഇതിൻ്റെ പേര് പച്ചമുളക് മാണ്ടി. എൻ്റെ മറ്റു വീഡിയോ പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യങ്ങളും അളവുകളും എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നുപോലെ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്ക് ചെയ്തിടാനും മറന്നു പോകരുത്. ഇതുവരെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.